ഇന്ന് ടീച്ചറോടെ പോയില്ല കേട്ടോ. ടീച്ചറോടേക്ക് ഇന്ന് ഞാൻ ലീവ് എടുത്തു. എന്താണ് ഓക്ക് വിശക്കും. ഓക്ക് നേരം വിശപ്പാണ്. ഇന്ന് കഞ്ഞി വെച്ച് ഉച്ചയ്ക്ക്. അപ്പോൾ വിശപ്പ് മാറിയില്ല കുട്ടികൾക്ക്. അരി കഴിഞ്ഞുകൊണ്ടും അപ്പോൾ ഇനി അരി വാങ്ങിയിട്ട് വേണം വിഷം കണ്ടെത്തി. പച്ചരി തോനെ വാങ്ങിയപ്പോഴേ അപ്പോൾ പുഴുങ്ങലരി കുറഞ്ഞു പോയി. പിന്നെ അതിൻ്റെ ഇടയിൽ പണിക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ തികഞ്ഞില്ല. അപ്പം ഉള്ള നായരിട്ട് ഞങ്ങൾ കഞ്ഞി വെച്ചു. കഞ്ഞിയും വെണ്ടയ്ക്കുപ്പേരി ഒക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പം അങ്ങനെ നാളെ ടീച്ചറോടെ പോകണം. ഞാൻ പറഞ്ഞില്ലേ ആ ചേച്ചിയോടെ എന്നാൽ പെയിൻ്റ് അടിക്കട്ടെ. അപ്പോൾ അവർ ഏട്ടൻ്റെ മകളുടെ കല്യാണമാണ്. അപ്പോൾ അവിടെ വിരുന്നേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞു 26-ാം തീയതി 30-ാം തീയതി ഒക്കെ ഒന്ന് ലീവ് എടുക്കണം കേട്ടോ പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ ഒന്ന് പോയില്ല. ടീച്ചറോട് പറഞ്ഞു ടീച്ചർ അന്ന് ഞാൻ വരില്ല കേട്ടോ പറഞ്ഞു. എൻ്റെ മകൾ ബാക്കിൽ നിന്ന് ഡാൻസ് കളിക്കുക കേട്ടോ. അങ്ങനെ നല്ല കൊതുണ്ട് കേട്ടോ. രാവിലെ നല്ല, വൈകുന്നേരം നല്ല തണുപ്പും. ഒരു 6 മണിയൊക്കെ കഴിഞ്ഞാൽ നല്ല കൊതും. ഇനി ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കൂട്ടാൻ വയ്ക്കാൻ ചോറ് വയ്ക്കണം. അരി അനിയട്ടം വാങ്ങിയിട്ട് വരാനുണ്ട്. കൂട്ടാൻ വയ്ക്കാൻ ഒന്നുമില്ല. ഉള്ള വെണ്ടയ്ക്കൊക്കെ എന്തെങ്കിലും ഒപ്പേരി വെച്ചു. കഞ്ഞിക്ക് എന്തെങ്കിലും കൊടുക്കണ്ട. കഞ്ഞിക്ക് അച്ചാർ വാങ്ങിയാൽ മതിയാണ്. അമ്മയോട് അച്ചാറിന് വേണ്ട, എല്ലാം ഒപ്പേരി ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കി. ഞങ്ങൾ ബെൽറ്റ് വറുത്ത് കാണിച്ചെൻ്റെ ദൈവം സഹായിച്ച് ആ ഒരു പണിയും കൂടി കൊണ്ട് കഴിഞ്ഞു കേട്ടോ. ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട്, എൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട് ദൈവം സഹായിക്കുകയും ചെയ്തു. അപ്പോൾ പാടുണ്ട് കഴിഞ്ഞു കേട്ടോ. ബെൽറ്റ് വാർത്തിട്ട് കേട്ടോ വീടിൻ്റെ. എൻ്റെ ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളടുത്ത് പറയണില്ലേ. അപ്പോൾ ഞാൻ അതാണ് ഇത് കൂടിയിട്ട്. അപ്പോൾ അതൊക്കെ ബെൽറ്റ് വർക്കിലൊക്കെ കഴിഞ്ഞു. നനയ്ക്കൽ കഴിഞ്ഞു കേട്ടോ. ഇനി ഇതൊക്കെ മണ്ണൊക്കെ കൊത്തിയിടാൻ വേണ്ടിയിട്ട് ഒരു ബംഗാളീനെ വിളിച്ചിട്ട് ഇതൊക്കെ ഒന്ന് നിവർത്തിയിടണം. എന്നിട്ട് ഈ സൈഡ് കൂടെയുള്ള മണ്ണൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു. എന്നാലേ ഇപ്പോൾ ഒന്ന് അറിയുള്ളൂ. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണേ. അടുത്ത വർഷം ആകുമ്പോഴേക്കും വീട് കയറട്ടെ എന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു.